ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു കറിയും മീൻ പൊരിച്ചതൊക്കെ കാണിക്കാനാണ്. നല്ല മാങ്ങ പച്ചമാങ്ങ ഇതിട്ട് നെത്തൽ കറി വെക്കണം. നല്ല ടേസ്റ്റാണ് മക്കളെ, ഒന്ന് കൂട്ടി നോക്കണം. നെത്തലും തേങ്ങ അരച്ചിട്ട് കറി വെച്ചതാണ്. ഇതാ കാണുന്നുണ്ടോ? തേങ്ങ അരച്ച് നെത്തൽ കറി വെക്കുക. എന്നിട്ട് അതിൽ ഉള്ളി, കരിയാപ്പില കാച്ചുക. അത് റെഡിയായി. അത് കഴിയുമ്പോൾ നമുക്ക് ഇടിച്ചക്കയുണ്ട്. ചക്കക്കറിയാണ് മക്കളെ. ചക്കക്കറി എല്ലാവരും ചക്ക കറി വെച്ച് കൂട്ടിയിട്ടുണ്ടോ? ഇച്ചിരി വെള്ളം പോലെ ആവുന്നതിനാ ചക്കക്കറി എന്ന് പറയുക. ചക്കക്കറി. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള താരം ഇതാണ് നെത്തൽ. അത് പൊരിക്കാൻ വേണ്ടി നെത്തൽ പൊരിച്ചെടുക്കാൻ നല്ല ടേസ്റ്റല്ലേ പൊരിച്ചെടുക്കാൻ കൂട്ടാൻ. ഈ ഫോണും എൻ്റെ കയ്യിൽ പിടിച്ച് ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടുണ്ടല്ലോ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും. ഒരു കൈ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്, ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ചൊരു കൈ കൊണ്ട് ആക്കുന്നതുകൊണ്ടാണ്. നെത്തൽ വറുക്കാമെന്ന് വിചാരിച്ച്. പൊരിക്കുക വറുക്കുക എന്നൊക്കെ പറയും. ചിലർ വറുക്കാൻ പറയും, ചിലർ പൊരിക്കാൻ പറയും. നെത്തൽ നല്ലോണം പച്ചമാങ്ങ ഉണ്ടല്ലോ, അത് ഇട്ട് നെത്തലിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങയും മുളകും മല്ലിയും എല്ലാം കൂടെ അരച്ച് കലക്കി അടുപ്പത്ത് വെക്കണം, മാങ്ങയും കൂടെ. അത് വേകുമ്പോൾ തിളച്ചിതാകുമ്പോഴേക്കും നെത്തലും അതിൽ കറിയിലോട്ടിടണം. ഇട്ടിട്ട് നല്ലോണം 2 തിള തിളയ്ക്കുമ്പോൾ തീ ഓഫാക്കണം. അതിന് ഉള്ളിയും കാച്ചണം. നല്ല ടേസ്റ്റാണ് ചോറിനും ചക്കയ്ക്കും ഒക്കെ കൂട്ടാൻ വേണ്ടി. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, ഓളെന്ന ബെല്ലൂടെ അമർത്തണേ. നല്ല ചക്കക്കറി ഉണ്ട് മക്കളെ. ആർക്കാ ചക്കക്കറി വേണ്ടത്? ചക്കക്കറി? നെത്തൽ പൊരിച്ചത്, നെത്തൽ കറി, മാങ്ങ കിട്ടിയായിരുന്നു. അതുകൊണ്ട് അടിപൊളി കറിയാക്കി നെത്തലിട്ടിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മക്കളെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.